ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം അത് ആധ്യാത്മിക വ്യാപാരത്തിൻ്റെ അധർമ്മ സ്ഥലങ്ങളെന്നുള്ളത്. ആ ശീർഷകത്തിനകത്ത് തന്നെ നമ്മളൊരു അധർമ്മ സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും എന്നല്ല ലോകത്ത് തന്നെയും ആഗോള മാധ്യമങ്ങൾ തന്നെ പലതും ആ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞതാണ്. അത് ധർമ്മസ്ഥലയിൽ നടന്നതായി പറയപ്പെടുന്ന അരുംകൊലകളെ സംബന്ധിച്ചുള്ള ആദ്യം 100ഓളം കൊലപാതകങ്ങളെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ അത് 400, 462, 450 എന്നൊക്കെയുള്ള കണക്കിലാണ് എത്തി നിൽക്കുന്നത്. അത്രയും കൊലപാതകങ്ങൾ നടന്നതായി, ഇതിൽ പല ആളുകളുടെയും ശവശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് ശാരീരികമായി തന്നെ തയ്യാറായ അല്ലെങ്കിൽ നിർബന്ധിതനായ ഒരു ശുചീകരണ തൊഴിലാളി മുന്നോട്ട് വന്ന് പറയുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 400, 450 വരുന്ന ആളുകൾ അവരുടെ മൃതശരീരങ്ങൾ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മിക്കവാറും എണ്ണം സ്ത്രീകളുടേതാണ്, പെൺകുട്ടികളുടേതാണ്. കാഴ്ചയിൽ ഒറ്റനോട്ടത്തിൽ തന്നെ അവരൊക്കെ വലിയ തോതിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയരായിട്ടുള്ള ആളുകളാണ്. ഇതേ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെയോ നിയമ സംവിധാനത്തിന് മുൻപിലോ കൊണ്ടുവരപ്പെടുകയുണ്ടായിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാൻ നടന്ന ശ്രമങ്ങളൊക്കെ വളരെ വലിയ തോതിൽ തടസ്സപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ ശുചീകരണ തൊഴിലാളി അയാളുടെ ചിത്രം പ്രസിദ്ധീകരിക്കാനോ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്താനോ സന്നദ്ധനായിട്ടില്ല. സന്നദ്ധനാകാത്തത് ഭയം എന്നുള്ളത് കൊണ്ടാണ്. അയാളുടെ വ്യക്തി ജീവിതം, അയാളുടെ കുടുംബം, ഇവരൊക്കെ ഈ കൊലപാതകങ്ങൾക്ക് പുറകിൽ പ്രവർത്തിച്ചിരുന്ന അധികാരവുമായി അത്രമേൽ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വാധീനശേഷിയുള്ള കൊലപാതകികളാൽ ആക്രമിക്കപ്പെടുമെന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അപ്പം ഇതൊക്കെ നടക്കുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ഈ ആധ്യാത്മിക കേന്ദ്രത്തിലെ ഏതെങ്കിലും വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥിതി ഇനിയും ഉണ്ടായിട്ടില്ല. ഒരു മാധ്യമവും ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് അതൊക്കെ ഉള്ളടങ്ങിയിരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ കീചകനാണ് ചത്തതെങ്കിൽ കൊന്നത് ഭീമനാണ് എന്ന് പറയുന്നത് പോലെ ധർമ്മസ്ഥലയിലാണ് ഈ പാതകങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ ഈ പാതകങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കാനിടയുള്ളത് അവിടുത്തെ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ അധികാരികളിൽ നിന്ന്, വലിയ ഫ്യൂഡൽ അധികാരം കൈയാളുന്ന ആ ശക്തികളിൽ നിന്ന് തന്നെയാണ്. ഈ പാതകങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച ശക്തികൾ അവർ തന്നെയാണ് എന്ന ഒരു പൊതുധാരണ ലോകത്തെല്ലാ ഭാഗത്തുമുണ്ട്. നമ്മളിപ്പോൾ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ, BBC പോലുള്ള മാധ്യമങ്ങൾ, ഗാർഡിയൻ പോലുള്ള മാധ്യമങ്ങൾ, ലോകം വളരെ ഗൗരവത്തോടു കൂടി നോക്കുന്ന മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള എഴുത്തുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഇപ്പോഴും അത് ഒരു ആരോപണത്തിൻ്റെ അവസ്ഥയിലാണ് എന്നുള്ള വസ്തുതയെ നമുക്ക് മറക്കാൻ പറ്റില്ല. ആരോപണത്തിൻ്റേതെന്ന് ഞാൻ പറയാൻ കാരണം, ഇത് നിയമവ്യവസ്ഥ ഇതാ ഇവിടെ ഈ പാതകം നടന്നിരിക്കുന്നു, അതിൻ്റെ ഉത്തരവാദികളെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന നിലയിലേക്ക് അവരെത്തിയിട്ടില്ല. പാതകം നടന്നിരിക്കുന്നു എന്ന് ഈ ശുചീകരണ തൊഴിലാളി മരിച്ചുപോയ താൻ മറവ് ചെയ്ത ചില മനുഷ്യരുടെ തലയോടുകളോ അസ്ഥികളോ വെച്ചുകൊണ്ട് പറയുന്നു. നിങ്ങളിതേപ്പറ്റി അന്വേഷിക്കണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ഈ അന്വേഷണം നടന്നു കഴിഞ്ഞാലാണ് ഇദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ സാധുത തെളിയിക്കപ്പെടുകയുള്ളൂ. അതെ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒരു പാതകം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുമ്പോഴാണ് അന്വേഷണ ഏജൻസികൾ ഈ പാതകത്തിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന അന്വേഷണത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക്
ഈ ഒരു പാതകം ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നിങ്ങൾക്ക് നിരവധി യൂട്യൂബ് വീഡിയോകൾ, എഴുത്തുകൾ, ടി വി ചാനലുകളിൽ നിന്നുള്ള സംപ്രേഷണങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശുചീകരണ തൊഴിലാളി പറയുന്നത്, അതല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാനിട വന്നൊരു ഡ്രൈവർ പറയുന്നത്, ഇതുമല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെട്ട കേരളത്തിൽ നിന്ന് പോയി അയാളുടെ ഭൂമി നഷ്ടപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ മകൻ സംസാരിക്കുന്നത്, ഇങ്ങനെ നിരവധി സംഗതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനത് ആവർത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഒരു ആധ്യാത്മിക കേന്ദ്രം, ഇപ്പോൾ മഞ്ജുനാഥ ക്ഷേത്രം, അതാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രമാണ്. ഒരർത്ഥത്തിൽ വളരെ വിചിത്രമായ ചില സംഗതികൾ ഒരുമിച്ച് ചേരുന്ന ഒരു ക്ഷേത്രമാണ്. ജൈന മതവിശ്വാസികൾ, ദിഗംബര ജൈന വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ, അതിൻ്റെ മുതലാളിമാർ. ജൈനന്മാർ നടത്തുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഒരു ഹിന്ദു ദൈവമാണ്. അത് നാഥ ക്ഷേത്രമാണ്, മഞ്ജുനാഥനാണ്. മഞ്ജുനാഥൻ അവിടെ പ്രതിനിധീകരിക്കുന്നത് ഒരു ശിവലിംഗമായിട്ടാണ്. അതായത് ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണരാണെങ്കിൽ അവർ വൈഷ്ണവരാണ്. വിഷ്ണുവാണ് വലുത്, ശിവനല്ല എന്ന് കരുതുന്ന ആളുകളാണ് അത് പൂജ നടത്തുന്നത്. നമുക്കിവിടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെയൊക്കെ ചരിത്രത്തിൽ ഹിന്ദുക്കൾക്കിടയിൽ ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള വളരെ ഭീകരമായ ഏറ്റുമുട്ടലുകളെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലർ പറയാം, കേരളത്തിൽ നമുക്ക് അയ്യപ്പൻ എന്ന് പറയുന്നൊരു ദൈവമുണ്ടല്ലോ. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലില്ല. ഇത് വാസ്തവത്തിൽ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ അതിൻ്റെ കർത്താക്കൾ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ദൈവം അല്ല അയ്യപ്പൻ. അയ്യപ്പൻ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടത് ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള സംഘട്ടനങ്ങൾക്കിടയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടിയാണത്രേ. അങ്ങനെയാണ് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും മകനായിട്ട് ഈ അയ്യപ്പനെ നമ്മൾ സങ്കല്പിക്കുന്നത്. വിഷ്ണു മോഹിനി വേഷം കിട്ടിയെന്നും ശിവൻ അത് കണ്ട് കൗതുകം പൂണ്ടെന്നും സുന്ദരിയായ ആ മോഹിനി വേഷക്കാരനെ അദ്ദേഹം പരിരംഭണം ചെയ്തുവെന്നും അതിൽ നിന്നുണ്ടായ മോഹിനിയുടെ തുടപിളർന്നുണ്ടായ ആളാണ് അയ്യപ്പനെന്നുമാണ് കഥ. ഈ കഥ ശത്രുക്കളായിരുന്ന ശൈവരെയും വൈഷ്ണവരെയും ഒരുമിപ്പിക്കാൻ, അവർക്കിടയിൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ദൈവസങ്കല്പമാണ് അയ്യപ്പൻ്റേത് എന്ന് ചില ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള ശത്രുതയെ സംബന്ധിച്ച നമ്മുടെ ഇയാളുടെ കമൽഹാസൻ്റെ ഒരു സിനിമ ദശാവതാരം എന്ന് തോന്നുന്നു, സിനിമ വന്നിട്ട് അതിനകത്ത് അത് തുടങ്ങുന്നത് തന്നെ ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള, വൈഷ്ണവനായ ആ പൂജാരിനെ ശൈവനായ രാജാവ് വധിക്കുകയും കടലിൽ കെട്ടിത്താഴ്ത്തുകയും ചെയ്യുന്നതും ആ ദൃശ്യങ്ങളിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഇന്ത്യയിൽ വൈഷ്ണവർ പൂജ നടത്തുന്ന, ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം നടത്തുന്നത് ജൈനരാണ്. അപ്പോൾ അതാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. മഞ്ജുനാഥ ക്ഷേത്രം അത് അവകാശപ്പെടുന്നത് അത് മനുഷ്യർക്ക് വേണ്ടി നാനാതരത്തിലുള്ള ദാനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. അന്നദാനം ചെയ്യുന്നു, വിദ്യാദാനം ചെയ്യുന്നു, അഭയദാനം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ദാനങ്ങളൊക്കെ ഒരു ദിവസം 50,000 പേര് വരെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ആ സംഖ്യയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷമല്ല, അല്ലാതെ തന്നെ കുറവ് വന്നിട്ടുണ്ട് എന്നും അവർ അംഗീകരിക്കുന്നു. എന്നാൽ പോലും ഇങ്ങനെയുള്ള കുറേ ആളുകൾക്ക് അഭയം നൽകുന്ന, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകുന്ന, ഭക്ഷണം നൽകുന്ന, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് തങ്ങളുടേത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതേസമയം പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ കാണിക്കുന്നത് ഈ അഭയങ്ങളൊക്കെ നൽകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ദാനങ്ങളൊക്കെ, മഹാദാനങ്ങളൊക്കെ അത് നിർവഹിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ പുറകിൽ മഹാപാതകങ്ങളുടെ തിരശ്ശീലയിട്ട് മറയ്ക്കപ്പെട്ട ചില സംഗതികളുണ്ട് എന്നുള്ളതാണ്. ഇത്
മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, ലോകത്തിൽ ഏറെക്കുറെ എല്ലാ ആധ്യാത്മിക കേന്ദ്രങ്ങളും മഹാപാതകങ്ങളുടെ കേന്ദ്രങ്ങൾ കൂടിയാണ്. ആധ്യാത്മികത യുക്തിവാദികൾ എന്ന നിലയ്ക്കല്ലാതെ തന്നെ നമ്മൾ ഏത് ആധ്യാത്മിക കേന്ദ്രത്തെ എടുത്താലും ഈ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കും, കച്ചവടം നടക്കും, പണം ശേഖരിക്കൽ നടക്കും. ഇതിനകത്ത് തന്നെ കളവും വഞ്ചനയും സ്ത്രീ പീഡനവും മനുഷ്യരെ അവമതിക്കലും ഇതുപോലുള്ള സംഗതികളൊക്കെ ഏറെക്കുറെ എല്ലാ ഇത്തരത്തിലുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങളിലും നടക്കും. അത് കേരളത്തിൽ പലപ്പോഴും അതൊന്നും വാർത്തയായി വരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ തന്നെ അതിന് തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ ആൾദൈവങ്ങളുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട്, മഹാക്ഷേത്രങ്ങളുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തെപ്പറ്റി പറയും. പുരി ജഗന്നാഥ ക്ഷേത്രത്തെപ്പറ്റി എപ്പോഴും പറയാറുള്ളത് അവിടെ എത്തുന്ന ഓരോ ദിവസവും 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. പലതുകൊണ്ടും സവിശേഷതകളുള്ള ക്ഷേത്രം. പക്ഷേ അവിടെ ചെല്ലുന്ന ഭക്തജനങ്ങളെ പിഴിഞ്ഞു ഊറ്റി പരമാവധി സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന പാണ്ഡകൾ എന്ന് പറയുന്ന ഒരു പുരോഹിത അർദ്ധപുരോഹിത വിഭാഗം അവിടെയുണ്ട്. അപ്പോൾ ഇതുപോലെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഈടുവയ്പുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അതിനകത്ത് നടക്കുന്ന കളവുകൾ, അതിനകത്ത് നടക്കുന്ന സമ്പത്തിൻ്റെ രഹസ്യമായ കൈമാറ്റങ്ങൾ. ഇപ്പോൾ മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമി കൊടുത്ത കേസ്, ഈ കേസിനെ തുടർന്ന് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട അമിക്കസ് ക്യൂറി അദ്ദേഹം കൊണ്ടുവന്ന വിവരങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ പുറത്തേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ആധ്യാത്മികതയുടെ സാത്വികതയുടെ ഒരു നിറസംഭരണിയല്ല ഒരു സാംസ്കാരിക ഒരു ആധ്യാത്മിക കേന്ദ്രം. ഇത് ഹിന്ദു മതത്തിൻ്റെ മാത്രമല്ല, അത് ക്രിസ്ത്യാനികളുടേതാണെങ്കിലും മുസ്ലിങ്ങളുടേതാണെങ്കിലും സിഖുകാരുടേതാണെങ്കിലും. ഇപ്പോൾ സുവർണക്ഷേത്രത്തിലാണ് ആയുധ പരിശീലനമൊക്കെ കൊടുത്ത് വലിയ ഒരു സൈന്യത്തിനെ ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വരൂപിച്ചത് സുവർണക്ഷേത്രത്തിലാണ്. അത് നടത്തുന്നത് സിഖ് മതമാണ്. ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിക മതങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെയുള്ള ചില കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആധ്യാത്മിക സ്ഥാപനങ്ങൾക്ക്, ആത്മീയ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാതകങ്ങളുടെ ഒരു പശ്ചാത്തലം മറച്ചു വയ്ക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യം അതിനകത്തുണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ അത് അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു ആധ്യാത്മിക കേന്ദ്രവും വിശ്വാസം മാത്രമായി നിലനിൽക്കുന്നില്ല. നമ്മൾ അറിയുന്ന ഒരു വിശ്വാസവും നിർദോഷമായൊരു വിശ്വാസമല്ല. വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് ഒരു വിശ്വാസ്യതയുമില്ലാത്ത ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ മുദ്രാവാക്യമാണ്. അതിലൊരു വിശ്വാസ്യതയുമില്ല. ഇതുപോലെ ആത്മീയ വിശ്വാസമാണെങ്കിലും മതവിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും ഈ വിശ്വാസങ്ങളിൽ ഒന്നും തന്നെ സത്യം, നീതി, ദയ, ധർമ്മം, ഇത്തരത്തിലുള്ള സാത്വികമെന്ന് നമ്മൾ കരുതുന്ന നന്മയുടേതായ ഒരു പ്രതിനിധീകരണവും അതിനകത്ത് സംഭവിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അത് രണ്ടാമതോ മൂന്നാമതോ മാത്രം നിൽക്കുന്ന ഒരു സ്ഥാനത്താണ്. ഒന്നാമത് നിൽക്കുന്നത് അതിൻ്റെ സാമ്പത്തികമായ, രാഷ്ട്രീയമായ, അധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മുടെ നാട്ടിൽ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം പ്രവർത്തിക്കുന്നു. മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട അവർക്ക് നിരവധി സ്ഥാപനങ്ങളുണ്ട്. ആശുപത്രികളുണ്ട്, ആതുര ശുശ്രൂഷാലയങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന വേറെ സ്ഥാപനങ്ങൾ കാണും, കോളേജുകളുണ്ട്, ഏറ്റവും ആധുനികമായ സാങ്കേതികവിദ്യ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെയുള്ള മാതാ അമൃതാനന്ദമയി എന്ന സാമ്രാജ്യത്തിന് അതിന് അധികാരവുമായുള്ള ബന്ധം ചെറുതല്ല. ഇടതുപക്ഷത്തുള്ള അമൃതാനന്ദമയിയുടെ വിശ്വാസത്തിനെ എതിർക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും അമൃതാനന്ദമയിയെ വിമർശിക്കാനാവില്ല. അമൃതാനന്ദമയിയെ സംബന്ധിച്ച് അവരുടെ ശിഷ്യയായിരുന്ന അവർ എഴുതിയിരുന്ന പുസ്തകം, ഗെയിൽ ട്രെഡ്വെൽ എന്ന് പറയുന്ന സ്ത്രീ എഴുതിയിരുന്നൊരു പുസ്തകം പുറത്തു വന്നു, നമുക്കറിയാം. ഈ പുസ്തകം പുറത്തു വന്ന് കൈരളി ചാനൽ
ഈ പുസ്തകം എഴുതിയിരുന്ന ഗെയിൽ സെഡ്വേലിനെ ആസ്ട്രേലിയയിൽ പോയി കണ്ട് ഇൻ്റർവ്യൂ കൊണ്ടുവന്ന് അത് സംപ്രേഷണം ചെയ്യണ്ടായി. പക്ഷേ കൈരളി ചാനലിൻ്റെ രാഷ്ട്രീയ നേതൃത്വം പോലും പിന്നീട് അത് അടച്ചുപൂട്ടുകയും അത് തങ്ങളുടെ വോട്ടിനെ ബാധിക്കുമെന്നതുകൊണ്ട് അതിൽ നിശബ്ദത പാലിക്കുകയും അത് പിന്നീട് ഇവരുടെ നിലപാടുകളെ സാധൂകരിക്കുന്നതിലേക്ക് അത് മാറുകയും ചെയ്തത് നമുക്കറിയാം. അത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരം സംഗതികളെ, അന്ധവിശ്വാസങ്ങളെ ചെറുക്കാൻ ബാധ്യതപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ചെയ്ത ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, അത് UDF ആയിക്കോട്ടെ BJP ആണെങ്കിൽ, ഇതിനെ ആഹരിച്ചുകൊണ്ടാണത് നിലനിൽക്കുന്നത് തന്നെ. ഇത്തരത്തിലുള്ള ആധ്യാത്മിക സ്ഥാപനങ്ങളിലെ മലിനമായ ചുറ്റുപാടുകളെയും അതിൻ്റെ മാലിന്യങ്ങളെയും ആഹരിച്ചുകൊണ്ട് നിലനിൽക്കുകയും വളർന്ന് തെഴുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഹിന്ദുത്വ മത വർഗീയ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ 2013 ഓഗസ്റ്റ് 20 നമുക്കറിയാവുന്നതുപോലെ നരേന്ദ്ര ധബോൾക്കർ കൊല്ലപ്പെട്ടത്. നരേന്ദ്ര ധബോൾക്കർ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഗോവിന്ദ് ബൻസരെ കൊല്ലപ്പെട്ടു. പിന്നീട് MM കൽബുർഗി കൊല്ലപ്പെട്ടു. 2017 സെപ്റ്റംബർ 5 നമുക്കറിയാവുന്നതുപോലെ ഗൗരി ലങ്കേഷും കൊല്ലപ്പെട്ടു. ഈ കൊലപാതകങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ, പ്രത്യേകിച്ചും ധബോൾക്കറുടെ മരണത്തിന് ശേഷം അന്വേഷണം നടത്തിയ പോലീസുകാർ വളരെ പ്രയാസപ്പെട്ടുപോയി. അവർക്ക് ആരാണ് കൊലപാതകയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്ലൂവും കിട്ടുകയുണ്ടായില്ല. അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത അവസാനം ധബോൾക്കറുടെ കൊലപാതകി ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസുകാർ ജ്യോതിഷികളെ സമീപിച്ചു എന്നാണ്. ജ്യോത്സ്യന്മാരെ സമീപിച്ചു. നമുക്കത് തമാശയായിട്ട് തോന്നും. പക്ഷേ കേരളത്തിൽ പോലും പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില ക്രൈംസ് വരുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദികളെ അന്വേഷിച്ച് ജ്യോതിഷികളെ സമീപിക്കാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്ക് സ്വയം ഇന്ന് തോന്നുന്ന ഒരു വസ്തുതയായിരിക്കാം അത് എങ്കിൽ പോലും. അവസാനം വർഷങ്ങൾക്ക് ശേഷം സനാതൻ സംസ്ഥ എന്ന ഗോവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ആധ്യാത്മിക സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെയാണ് നരേന്ദ്ര ധബോൾക്കറുടെ കൊലപാതകികളായി പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കേസിൻ്റെ വിചാരണ നടന്നു. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ശിക്ഷ വന്നു. അതിൽ സനാതൻ സംസ്ഥയുടെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർ അതിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. ബാക്കിയുള്ള ആളുകൾ വെറുതെ വിടപ്പെട്ടു. സനാതൻ സംസ്ഥയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അവർ ബിഡാഭായ് സാബ് എന്ന് വിളിക്കുന്നയാൾ ഈ കേസിൽ പ്രതിയായിരുന്നെങ്കിലും വേണ്ടത്ര തെളിവുകളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പോൾ ഗോവയിൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന, അതിനെപ്പറ്റി പറയുന്നത് വളരെ വലിയ ഉയരം കൂടിയ ചുറ്റുമതിലുകൾക്കകത്താണ് സനാതൻ സംസ്ഥയുടെ ആസ്ഥാനം. സനാതൻ സംസ്ഥയ്ക്കകത്ത് എന്ത് നടക്കുന്നു എന്ന് പുറം ലോകത്തിന് അറിയില്ല. പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയാനായിട്ട് അവർ എല്ലാ ഭാഗത്തേക്കും CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സംസ്ഥ. ആരെങ്കിലും ഒരാൾ അവർ കരുതുന്നതിനേക്കാൾ കൂടിയ ഒരു സമയത്ത് ഇതിൻ്റെ ചുറ്റുപാടുകളിൽ നിൽക്കുന്നതായി കണ്ടാൽ, ഒരാളിങ്ങനെ രാവിലെ മുതലുണ്ടല്ലോ അയാൾ അവിടെ, എന്താ അയാളുടെ പണി, ഇങ്ങനൊരു നിശ്ചിത സമയത്തേക്കാൾ കൂടുതൽ ഒരാളെ ഈ സനാതൻ സംസ്ഥാ സ്ഥാപനത്തിൽ പുറത്ത് കണ്ടാൽ ഉടനെ അവിടുത്തെ സെക്യൂരിറ്റി എന്ന് അന്വേഷിക്കും. നിങ്ങൾ ആരാണ്, എന്തിനാണ് നിങ്ങൾ വന്നേക്കണത്, അധിക നേരം ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണ്ട, തടി കേടാവുമെന്ന് പറഞ്ഞത് പറഞ്ഞു. ഇത് സനാതൻ സംസ്ഥയാണ്. ഈ സനാതൻ സംസ്ഥയാണ് ധബോൾക്കറുടെ മാത്രമല്ല പൻസാരിയുടെയും കൽബുർഗിയുടെയും ഗൗരി ലങ്കേഷിൻ്റെയും കൊലപാതകത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടു. ഏറ്റവും അവസാനം ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതക കേസിൽ 18 പ്രതികളുണ്ട്. വിചാരണ നടക്കുന്നതേ ഉള്ളൂ. ഈ 18 പ്രതികളും സനാതൻ സംസ്ഥയിലെ ആളുകളാണ്. അപ്പോൾ ഈ ധബോൾക്കറുടെ കേസിൽ തന്നെ നിരവധി ആളുകൾ ഈ വിചാരണയ്ക്കിടയിൽ പല സാക്ഷികളും കൂറുമാറുകയുണ്ടായി. എന്നിട്ട് പോലും ലഭ്യമായ തെളിവുകൾ വെച്ചിട്ടാണ് ഒരു ദൃക്സാക്ഷിയുമില്ലാത്ത ആ കൊലപാതക കേസിൽ 2 പേരെ ജീവപര്യന്തം ശിക്ഷിച്ചത്. ഇനി അപ്പീൽ കോടതി അതിനെങ്ങനെ കാണുമെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടാണ്. എന്തായാലും ഒരു കാര്യം വളരെ സ്പഷ്ടമായി, ഈ കൊലപാതകങ്ങൾ നടത്തിയത് മതവർഗീയ ശക്തികളാണ്. ആധ്യാത്മിക പ്രവർത്തനം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. വസുധൈവ കുടുംബകമെന്നുമൊക്കെയുള്ള വളരെ ഉച്ചത്തിൽ ഗീർവാണമടിക്കുന്ന ആളുകളാണ്
തങ്ങളുടെ നിലപാടുകളോട് വിയോജിപ്പ് പുലർത്തിയിരുന്ന മനുഷ്യരെ കൊലപ്പെടുത്തിയത്, അരുങ്കൊല ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ ഇത് സനാതൻ സംസ്ഥയുടെ കാര്യം. നമ്മൾ ധർമ്മസ്ഥലത്തേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെയൊക്കെ നമുക്ക് ഇത് കാണാൻ കഴിയും. ഈ ആധ്യാത്മിക സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ഓരോരുത്തരുടെയും ആസ്തികളെ സംബന്ധിച്ച് ലഭ്യമായ കണക്കുകൾ മുഴുവൻ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചിലത് ഇവിടെ കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കണക്കുകൾ പറയുന്നത് ഇവരെങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം അത് നമുക്ക് ആലോചിക്കേണ്ടതായിട്ട്. നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം, അത് 1.2 ലക്ഷം കോടി രൂപയുടെ ആസ്തി അവിടെ ഉണ്ട് എന്നാണ് കരുതുന്നത്. അത് $20 ബില്യൺ തുല്യമാണ് അത്രയത്. 20 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി എന്നർത്ഥം. 20 × 100 കോടി, 2000 കോടി ഡോളറിന് തുല്യമായ തുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആസ്തിയാണ്. അപ്പോൾ അത് നമുക്ക് പറയാം, അതിപ്പോൾ ഈ സമീപകാലത്ത് സമാഹരിച്ചതല്ല, വളരെ കാലം മുമ്പ് രാജാവിൻ്റെ കാലത്ത് സ്വരൂപിക്ക് വെച്ചിരിക്കുന്ന സമ്പത്താണെന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു ഇന്ത്യയിലെ ഒരു ആധ്യാത്മിക സ്ഥാപനമാണ് ജമ്മുവിലെ വൈഷ്ണോദേവി ടെമ്പിൾ. നമ്മളിവിടുന്ന് ഒരു ട്രെയിൻ പോകുന്നുണ്ട്, വൈഷ്ണോദേവി കക്ഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന ഈ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ അതിന് 1800 കിലോഗ്രാം സ്വർണവും 4700 കിലോഗ്രാം വെള്ളിയും, ഇതുകൂടാതെ 2000 കോടി രൂപയിലേക്ക് ഏറെ വരുന്ന സ്ഥിര സ്വത്തിൻ്റെ സമ്പത്തും അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നിരവധി ഇങ്ങനെയുള്ള ഇതുണ്ട്. ഞാനത് മുഴുവൻ പറഞ്ഞിങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഷിർദി സായി ക്ഷേത്രം, അല്ലെങ്കിൽ പഞ്ചാബിലെ സുവർണ ക്ഷേത്രം, അതല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം, മുംബൈയിലെ തന്നെ സിദ്ധിവിനായക ക്ഷേത്രം, ഇനി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം, ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി ക്ഷേത്രം. അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സമ്പത്ത് സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമ്പത്തൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തികളോ സംഘടനകളോ സ്ഥാപനങ്ങളോ ഉണ്ട്. നമ്മൾ സത്യസായി ബാബയെ സംബന്ധിച്ച് വളരെയേറെ കേട്ടിട്ടുള്ളതാണ്. കേരളത്തിലെ യുക്തിവാദികൾ വളരെ വിപുലമായ പ്രചരണ പരിപാടികൾ അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ളതാണ്. നമ്മുടെ ഗെയിൽ ട്രെഡ്വെല്ലിനെ പോലെ ഓസ്ട്രേലിയയിൽ നിന്നുണ്ടായിരുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു ഈ സത്യസായി ബാബയ്ക്ക്. അയാളുടെ പേര് എന്തോ ഒരു താൾ. അയാളൊരു പുസ്തകം എഴുതിയിരുന്നു. നമ്മൾ ഗെയിൽ ട്രെഡ്വെൽ എഴുതിയതുപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹം എഴുതിയിരുന്ന പുസ്തകം, അതിൻ്റെ പേര് ദ അവതാർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. അന്ധകാരത്തിൻ്റെ അവതാരം. അത് സത്യസായി ബാബയാണ്. സത്യസായി ബാബയുടെ ഏറ്റവും അടുത്ത ബന്ധുവും അയാൾ അവകാശപ്പെടുന്നത് പ്രകാരം സത്യസായി ബാബയുടെ സ്വവർഗ ശാരീരിക ബന്ധത്തിലെ പങ്കാളിയുമായിരുന്നു ഈ പറയുന്നയാൾ. അയാൾ എന്നിട്ട് ഏതാനും വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പറ്റി എഴുതിയൊരു പുസ്തകമാണ്. അത് നമുക്കറിയാം, ഗെയിൽ ട്രെഡ്വെല്ല് ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ പല ആളുകളും കരുതി അമൃതാനന്ദമയിയുടെ ഏർപ്പാട് തീർന്നു. അമൃതാനന്ദമയിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പുണ്യപരിവേഷങ്ങളും അഴിഞ്ഞു വീഴുന്നു എന്ന് പലരും കരുതി. ഒന്നും അഴിഞ്ഞു വീണില്ല നമുക്കറിയാം. ഇതേമാതിരി തന്നെയാണ് ഈ പറയുന്ന ഡാർക്ക്നെസ് ഓഫ് അവതാർ ഓഫ് ഡാർക്ക്നെസ് പുറത്തു വന്നപ്പോഴും പലരും കരുതി അത് സത്യസായി ബാബയുടെ ആധ്യാത്മികമായ ആധികാരികതയെ തകർത്ത് കളഞ്ഞു. ഇതുപോലെ തന്നെ ഇയാളുടെ കാര്യത്തിൽ, അമൃതാനന്ദമയിയുടെ കാര്യത്തിൽ വേറെ ഒരു പുസ്തകം കൂടി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരികയുണ്ട്. അതിൻ്റെ പേര് ദ അമ്മ എംപയർ എന്നാണ്. അത് പുസ്തക രൂപത്തിൽ അച്ചടിച്ച് വിൽക്കാൻ സർക്കാർ സമ്മതിച്ചിട്ടില്ല. ഈ അമ്മ എംപയർ എന്ന് പറയുന്നതിനകത്ത് അത് നമുക്ക് ഓൺലൈനിൽ കിട്ടും. അതിൻ്റെ PDF നമുക്ക് വായിക്കാൻ കിട്ടും. അതിനു മുമ്പ് ഗെയിൽ ട്രെഡ്വെല്ലൊന്നും പറയാത്ത ഒരു കാര്യം അതിൽ പറഞ്ഞു. പലതും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം,
ഈ അമൃതാനന്ദമയിയെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയിട്ട് സിംഗപ്പൂരിലെ തെരുവുകളിൽ ഗർഭഛിദ്രത്തിന് സന്നദ്ധതയുള്ള ഡോക്ടർമാരെ അന്വേഷിച്ച് നടന്നതിനെ പറ്റിയാണ് ആ അമൃതാനന്ദമയിയുടെ വളരെ അടുത്തയാൾ, മാത്രമല്ല യൂറോപ്പിലെ അവരുടെ അംബാസഡറായിരുന്നു എന്ന് സ്വയം പറയുന്ന, യൂറോപ്പിലെ അമൃതാനന്ദമയിയുടെ ആശ്രമങ്ങൾ, ആദ്യത്തെ ആശ്രമം ജർമ്മനിയിൽ സ്ഥാപിച്ചത് താനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ജർമ്മൻകാരനാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ, ഈ വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോഴും നമ്മൾ വിചാരിക്കും ഇപ്പോൾ അവരുടെ ഏർപ്പാട് തീരും. അത് തീരില്ല. നമ്മളൊരു നിത്യാനന്ദ സ്വാമിയെ ഓർക്കുന്നുണ്ടാവും. നിത്യാനന്ദ സ്വാമി ഒരു സിനിമാ നടിയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നതിൻ്റെ വീഡിയോ അത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചാനൽ സംപ്രേഷണം ചെയ്തതാണ്. നിജമ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ ആണ് അവരതിന് കൊടുത്തത്. അതുകൊണ്ട് അത് വിഘടനാണ് അത് പിന്നീട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇത് കണ്ടതോടുകൂടി നിത്യാനന്ദ സ്വാമി ആകെ തകരാറില്ല. നിത്യാനന്ദ സ്വാമിയുടെ ഭക്തജനങ്ങൾ മുഴുവൻ ഇളകി അയാളുടെ സ്ഥാപനങ്ങളൊക്കെ ആക്രമിച്ചു. അയാളുടെ കട്ടൗട്ടറുകളും വലിയ സാധനങ്ങളൊക്കെ വെച്ചിരുന്നതും ഒക്കെ നശിപ്പിച്ചു. ഈ നിത്യാനന്ദ സ്വാമി കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് ഭക്തജനങ്ങളൊക്കെ ഇളകി വന്നു. അയാൾ ഈ സിനിമാ നടിയെയും മറ്റു പലതിനെയും കൂടി കൂട്ടി തമിഴ്നാട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് പോയി. ഇപ്പോൾ അയാൾ ഇപ്പോഴും പറയുന്നത് പോലെ വിശുദ്ധനാണ്. അയാൾക്ക് വലിയ ഒരു ഫാൻ ബേസ് അയാൾ അതിന് ശേഷം ഉണ്ടാക്കിയെടുത്തു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അയാളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ഇപ്പോഴും നിത്യാനന്ദ സ്വാമികളുടെ ഒപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ ശ്രീ രവിശങ്കർ, അദ്ദേഹം ആർട്ട് ഓഫ് ലിവിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, കുറേ ഏതാണ്ട് ഒരു 30-35 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂരുള്ള സമയത്ത് അന്ന് ഇദ്ദേഹം അത്ര പ്രശസ്തനല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു തൃശ്ശൂർ തേക്കങ്കാട് മൈതാനത്തിൽ ഒരു വലിയ സമ്മേളനം നടക്കുക. അപ്പോൾ കേരളവർമ്മ കോളേജിലെ അധ്യാപകനായിരുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് അന്നൊരു 52 വയസ്സെങ്കിലുമുണ്ട്. ആ പുള്ളി വന്നിട്ട് ഇദ്ദേഹത്തിന് സംസാരിക്കുകയാണ്. ഞാൻ 52 വർഷങ്ങളായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ശരിയായ രീതിയിൽ ശ്വാസം കഴിക്കേണ്ടത് എങ്ങനെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രവിശങ്കർ പഠിപ്പിക്കുമ്പോഴാണ്. 52 കൊല്ലം ജീവിച്ചു. അപ്പോൾ ആ കാലമൊക്കെ അയാൾ തെറ്റായ രീതിയിലാണ് ശ്വാസം കഴിച്ചിരുന്നതെന്നാണ് അയാൾ പറയുന്നത്. അയാൾ ഈ ശ്വാസം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ശ്വസന പ്രക്രിയയുടെ ചില ഏർപ്പാടുകളൊക്കെ ആയിട്ടാണ് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആൾ വരുന്നത്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ സംഘപരിവാരവുമായി അത്രമേൽ അടുത്ത് ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് അയാൾ നിൽക്കുന്നത്. യോഗ ഗുരുവായിട്ടുള്ള പതഞ്ജലി എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ മേധാവി സ്ഥാനത്തിരിക്കുന്ന ബാബ രാംദേവ് എന്ന് പറയുന്ന ഒരു ഗുരു, ആധ്യാത്മിക ഗുരുവാണ്. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, നിയമവിരുദ്ധമായിട്ട് ഇതൊക്കെ നിലനിൽക്കുന്നത്, വളരുന്നത്, തഴയ്ക്കുന്നത്, ഒരു തകർച്ചയും കൂടാതെ ഒരർത്ഥത്തിൽ അത് ശാശ്വതീകരിക്കുന്നത് അധികാരവുമായി അതിന് ബന്ധമുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികാരം എന്ന് പറയുമ്പോൾ അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട അധികാരവും ഭരണകൂടത്തിന് പുറത്തു നിൽക്കുന്നൊരു അധികാരവും, സാമൂഹികമായ ഒരു ആധികാരികത. ഈ സാമൂഹികമായ ആധികാരികതയുള്ള വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ കാര്യം, ഇപ്പോൾ കുറേ ബിഷപ്പന്മാരുണ്ട്. ഈ കുറേ ബിഷപ്പന്മാരുള്ളപ്പോഴും ബിഷപ്പ് കൗൺസിൽ എന്ന് പറയുന്നൊരു സാധാരണ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ വാക്കുകളെ വിശ്വാസികളുടെ ഒരു വലിയ ഒരു പ്രളയം പുറത്തു നിൽക്കുന്നതുകൊണ്ട്, അവർക്ക് ഒക്കെ വോട്ടുള്ളതുകൊണ്ട്, ഈ വിശ്വാസികളിൽ ഇവരുടെ പ്രസ്താവനകൾ, നിലപാടുകൾ എന്തു സ്വാധീനം ചെലുത്തും എന്ന് മനസ്സിലാക്കി പരമാവധി അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനാണ് നേരിട്ട് ഭരണകൂട അധികാരം കൈയാളുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക. അതിപ്പോൾ ബിഷപ്പ് കൗൺസിലിൻ്റെ ആവശ്യം നോക്കണമെന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്, ഒരു വ്യക്തി മാത്രമല്ല അയാൾ. ആ സ്ഥാപനം കേരളത്തിലെ ജനസംഖ്യയിലെ ഏതാണ്ട് ഒരു 20-29% വരുന്ന ഈഴവരുടെ മനസ്സും വോട്ടവകാശവും അയാൾ നിയന്ത്രിക്കുന്നു എന്നാണ് ചിലരുടെ തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ നിലനിർത്തുന്നതുകൊണ്ട് അയാൾ പറയുന്ന ഏത് നിയമവിരുദ്ധ പ്രസ്താവത്തിനും, ഏത് വർഗീയ പ്രസ്താവത്തിനും ഒന്നുകിൽ അതിനെ അവഗണിച്ചു തള്ളുകയോ അതല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്ന് സ്വന്തം മൗഢ്യം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്ന നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് കാണാം.
അപ്പം ഇവർക്ക് വേറെ യാതൊന്നുമില്ല, ഒരു ആധ്യാത്മികതയും അവർക്കില്ല, ഒരു തരത്തിലുള്ള നന്മയെ സംബന്ധിച്ച സങ്കല്പങ്ങളും അവർക്കില്ല. അവർക്കുള്ളത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സങ്കല്പങ്ങൾ മാത്രമാണ്. അപ്പോൾ അധികാരവുമായി ഇവരുടെ, ഇപ്പോൾ നമ്മൾ ചോദിക്കും, ഈ വെള്ളാപ്പള്ളി നടേശൻ MLA ആണോ, മന്ത്രിയാണോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥ മേധാവിയാണോ, അധികാരം നേരിട്ട് കൈയാളുന്ന ആളാണോ? അല്ല. അപ്പം നമ്മളറിയുന്ന പവർ, അധികാരം എന്ന് പറയുന്നതിൻ്റെ ഔപചാരിക സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധമില്ല എങ്കിൽ തന്നെയും അവർ സാമൂഹികമായൊരു അധികാരം കൈയാളുന്നുണ്ട്. അവർ പറയുന്നത് ശരിവയ്ക്കാൻ ആയിരക്കണക്കിന് ആളുകൾ പുറത്തുണ്ട്. അവർക്കെതിരായി സംസാരിക്കുന്ന ആളുകളെ അടിച്ചു പരുവപ്പെടുത്താൻ വേണ്ട ഒരു വലിയ സേനാ വ്യൂഹം ഇയാൾക്കൊപ്പമോ ഇയാളോട് ചേർന്നോ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണത്തിനൊരു പേര് പറഞ്ഞു എന്നുള്ളതേ. ഇതുപോലെ തന്നെയാണ് സാമുദായിക സംഘടനകളുടെ നേതാക്കൾ. ഇപ്പോൾ ഒരു ജയിലിൽ കിടക്കുന്ന പഞ്ചാബിൽ നിന്നുള്ള എന്തോ ഒരു റാം റഹീം സിംഗ് എന്നോ മറ്റു പറയുന്ന ഒരു കക്ഷിയുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യാത്ത കൊള്ളരുതായ്മകളില്ല. അല്ലെങ്കിൽ ആശാറാം ബാപ്പു ഗുജറാത്തിൻ്റെ അഹമ്മദാബാദിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ വാറ്റുചാരായം വിറ്റ് നടന്നിരുന്നയാളാണ്. പക്ഷേ ലോകഗതിയുടെ ഒരു സവിശേഷ സന്ദർഭത്തിൽ അയാൾ ആധ്യാത്മിക ഒരു നേതാവായി, വിശുദ്ധനായി. അയാൾക്ക് 3500ഓളം, അയാളിപ്പോൾ ജയിലിലാണ് നമുക്കറിയാം, 3500ഓളം ആശ്രമങ്ങൾ അയാൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ഉള്ള ആസ്തികൾ എത്രത്തോളം വരും, അതുകൊണ്ടൊക്കെ അതിന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എത്രയാണ്. അപ്പോൾ ഈ ആധ്യാത്മിക സ്ഥാപനങ്ങൾ, അത് വ്യക്തികളുടേതാണെങ്കിലും സ്ഥാപനങ്ങളുടേതാണെങ്കിലും, ഇതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം ആധ്യാത്മികമല്ല, അത് ധനവുമായി അധികാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യക്ക് ഒരു മതനിരപേക്ഷതയുടെ സങ്കല്പവും നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന് പറയുന്നൊരു വാക്ക് 1976 ചേർക്കുന്നത്. ഇന്നിപ്പോൾ ആ വാക്ക് എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മതനിരപേക്ഷതയെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അവർ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിലെ അധികാരം. അവർ പറയണത് സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിലില്ല. 1948 രൂപപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ 1950 ജനുവരി 26 നമ്മൾ അംഗീകരിച്ച ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്കില്ല. അതിനകത്ത് ഫെഡറൽ എന്ന വാക്കില്ല, അതല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്കില്ല. ഈ വാക്കുകൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഏത് കാലത്ത്? അടിയന്തരാവസ്ഥയുടെ കാലത്ത്. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെട്ട, മനുഷ്യരുടെ മൗലികാവകാശങ്ങളൊക്കെ റദ്ദാക്കപ്പെട്ടൊരു കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഈ സാധനത്തിനെ നമ്മൾ തള്ളിക്കളയണം എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം അടിയന്തരാവസ്ഥയുടെ അമിതാധികാര പ്രവണതയെ എതിർത്ത് ജനാധിപത്യത്തിൻ്റെ കൊടി പാറിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയിലെ ഭേദഗതി ചെയ്യാൻ പാടില്ലാത്ത അടിസ്ഥാന മൂല്യമായി സെക്യുലറിസം നിലനിൽക്കുന്നു, സോഷ്യലിസം നിലനിൽക്കുന്നു, ഫെഡറലിസം നിലനിൽക്കുന്നു. ഈ മൂന്നെണ്ണത്തിനോടും സൈദ്ധാന്തികമായി എതിർപ്പുള്ള ആളുകളാണ് ഈ ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നവർ. ഇപ്പം ഈ മൂന്ന് വാക്കുകളും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഈ വാക്കുകളുടെ അന്തസത്ത പരിപൂർണമായി ഈ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അംബേദ്കർ തന്നെ ഭരണഘടന അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നത്. അന്ന് ഈ ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ട് സെക്യുലർ എന്ന് ചേർക്കുന്നില്ല? സെക്യുലർ എന്ന് പറയുന്നത് മതനിഷേധത്തിൻ്റെ ഒരു അർത്ഥമായിട്ടാണ് യൂറോപ്പിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ സെക്യുലർ എന്ന് പറയുന്ന പദത്തിന് ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായൊരർത്ഥമുണ്ട്. എല്ലാ മതങ്ങൾക്കും സമാനമായ അവകാശങ്ങൾ ലഭിക്കുന്നതും നിയമത്തിന് മുമ്പേ എല്ലാത്തിനെയും തുല്യതയോടുകൂടി കാണുന്നതും മതത്തിന് രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു മണ്ഡലത്തിലും ഇടപെടുവിപ്പിക്കാത്തതും മതം സ്വകാര്യമായൊരു കാര്യം മാത്രമാണ് എന്ന് പറയുന്നതുമായ ഒരു സെക്യുലർ സങ്കല്പമാണ് ഇന്ത്യക്കുള്ളത്. ഈ സെക്യുലർ സങ്കല്പം കഴിഞ്ഞ 10-70 വർഷങ്ങൾക്കിടയിലുള്ള പ്രാക്ടീസിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. ഇതിനെയാണ് സെക്യുലർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് പ്രിയാമ്പിളിൽ അത് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഈ 3 വാക്കുകൾ ചേർക്കൽ മാത്രമല്ല ഉണ്ടായിരുന്നത്. അന്ന് അതിനകത്ത് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ,
പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഗവർണർക്കുമെതിരെ കേസെടുത്തുകൂടാ. അതൊരു വ്യവസ്ഥയായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പരമമായ അധികാരം നൽകുന്ന വ്യവസ്ഥകൾ അതിലുണ്ടായിരുന്നു. ഇത്തരം വ്യവസ്ഥകൾ 1977 ജനതാ പാർട്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത്തരം സംഗതികൾ എടുത്തു മാറ്റി. പക്ഷേ അടിയന്തരാവസ്ഥയിൽ കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഈ 3 വാക്കുകൾ മാറ്റരുത് എന്നായിരുന്നു ജനതാ പാർട്ടി ഗവൺമെൻറ് തീരുമാനിച്ചത്. പിന്നീട് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വന്ന കേസുകളുണ്ടായി. ഏറ്റവും അവസാനം 2024 നവംബറിൽ വരെ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, ഈ വാക്കുകൾ എടുത്തു കളയുന്നത് ശരിയല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സെക്യുലർ എന്ന് പറയുന്നൊരു വാക്കിൻ്റെ കാര്യം. ഈ സെക്യുലർ എന്ന് പറയുന്ന ഒരു സമൂഹം, ഇങ്ങനെയൊരു സമൂഹം പാടില്ല എന്നും ഇത് ആധ്യാത്മികതയുടെ പേരിൽ മതങ്ങളുടെ ഒരു അധികാര സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്ന ശക്തികളുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഏറെക്കുറെ എല്ലാ ആധ്യാത്മിക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്, ദൈവങ്ങളും പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇടയ്ക്ക് മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ശ്രീ എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയ്ക്ക് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്ന തിന്മയുടെ ഒരു ആൾരൂപം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നതാണ് അയാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നെത്തിയ. ഇങ്ങനെയുള്ള വിശുദ്ധന്മാരും മഹാഗുരുക്കന്മാരും നിറഞ്ഞാടുന്ന ഈ രാഷ്ട്രീയ സംവിധാനത്തിന് ആണ് നമ്മൾ പറയുന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള പാതകങ്ങൾ നടക്കുന്നത്. ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് അവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ അതല്ലെങ്കിൽ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരായി നിലനിൽക്കുന്ന ഇപ്പോൾ വീരേന്ദ്ര ഹെഗ്ഗഡെ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം അതിൻ്റെ അധിപൻ. 1967 വീരേന്ദ്ര ഹെഗ്ഗഡെ അതിൻ്റെ പ്രധാനിയാകുന്നത്. ധർമാധികാരി എന്നാണ് അവർ വിളിക്കുന്നത്. അവരവകാശപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് 800 വർഷത്തെ പഴക്കമുണ്ടെന്നാണ്. കോമൺ ഇറ എന്ന് നമ്മൾ വിളിക്കുന്ന CE 1200 സ്ഥാപിക്കപ്പെട്ടതാണത്രേ ഈ മഞ്ജുനാഥ ക്ഷേത്രം. ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തെ സംബന്ധിച്ചൊക്കെ വലിയ കഥകളുണ്ട്. എല്ലായിടങ്ങളിലും നമ്മൾ കാണുന്നത് പോലുള്ള കഥകൾ, കേൾക്കുന്നത് പോലുള്ള കഥകൾ, സ്വപ്നങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശുദ്ധിയുടെ, ദേവപ്രീതിയുടെ, അത്ഭുത പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ കഥകൾ മഞ്ജുനാഥ ക്ഷേത്രത്തിലുമുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇവർ എത്രമാത്രം ഭൂസ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ അളവുകളില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട പല ആധ്യാത്മിക കേന്ദ്രങ്ങളും വലിയ തോതിൽ ഭൂസ്വത്തിൻ്റെ ഉടമകളാണ്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ ഉടമകൾ. കേരളത്തിൽ 1957 കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം അത് 1971 അല്പസ്വല്പം വൈകല്യങ്ങളോടുകൂടിയാണെങ്കിലും നടപ്പാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ബ്രഹ്മസ്വം എന്ന പേരിൽ നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വലിയ വ്യാപകമായ ഭൂസ്വത്ത് അന്ന് മിച്ചഭൂമിയാക്കപ്പെട്ടു. തലശ്ശേരിയല്ല, വയനാട്ടിലെ പുൽപ്പള്ളി ക്ഷേത്രത്തിൻ്റെ ഭൂമി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ കുടിയാന്മാരായിരുന്നു. ഈ പുൽപ്പള്ളി ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ്. ഈ കുടിയാന്മാരുടെ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കിസാൻ തൊമ്മൻ എന്ന് പറയുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി പിന്നീട് നക്സലൈറ്റായി സഖാവ് വർഗീസിൻ്റെ ഒപ്പം തലശ്ശേരി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പോയി ആ വഴിക്ക് മരണപ്പെടുന്ന കിസാൻ തൊമ്മൻ ഈ പറയുന്ന പുൽപ്പള്ളി ദേവസ്വത്തിനെതിരായി ഈ കുടിയാന്മാരായ കൃഷിക്കാരുടെ സമരം നടത്തി. ഇതുപോലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമാക്കി കൈവശം വെച്ചിരിക്കുന്ന ദേവസ്വങ്ങൾ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. നമ്മൾ ഈ മഞ്ജുനാഥ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാവുന്ന ഫ്യൂഡലിസത്തിൻ്റെ, നാടുവാഴിത്തത്തിൻ്റെ ഏറ്റവും ജീർണമായ അധികാര രൂപങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്.
അത് ജാതീയതയാവട്ടെ, വർഗീയതയാവട്ടെ, തീണ്ടലും തൊടിയിലും തൊട്ടുകൂടായ്മയും അസ്പൃശ്യതയും പോലുള്ള എല്ലാം ഒന്ന് തന്നെയാണ്. ഈ രൂപത്തിലൊക്കെ നിലനിൽക്കുന്ന ദുരാചാരങ്ങളാവട്ടെ, ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശമൊക്കെ. നമ്മൾ കർണാടകത്തിൻ്റെ ഇത് മഞ്ജുനാഥ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം തെക്കൻ കാനറ ജില്ലയിൽ വരുന്ന സ്ഥലമാണ്. മംഗലാപുരത്ത് നിന്ന് 65 കിലോമീറ്ററേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ 300 കിലോമീറ്ററുണ്ട്. അവിടെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിന്നിരുന്നത്. ഇപ്പോൾ ആ ക്ഷേത്രം നമുക്ക് വേണമെങ്കിൽ വലിയ നഗരമായത് മാറിയിട്ടില്ലെങ്കിലും ഒരു വലിയ പ്രദേശം അതിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളുടെ അധ്വാനത്തിനെ, സമ്പത്തിനെ, ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ജൈനരുടെ ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ബാഹുബലിയുടെ വിഗ്രഹമുള്ളത്. ബാഹുബലി നമ്മുടെ സിനിമയിൽ കാണുന്ന ബാഹുബലിയല്ല, ജൈനൻ്റെ ഒരു വലിയ ജൈന പ്രതിമയാണ്. അതിനവർ വിളിക്കുന്നത് ബാഹുബലി എന്നാണ്. സിനിമയിൽ വന്ന ബാഹുബലി വാസ്തവത്തിൽ ഈ പേര് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ അതിന് ചരിത്രവും സങ്കല്പവുമായിട്ട് അങ്ങനെ ബന്ധമുള്ളതാണ്, ഒരു കൽപ്പിത കഥാപാത്രം. ഈ ബാഹുബലി ജൈനരുടെ ഇപ്പോൾ ശ്രാവണബലഗോളയിലുള്ള ഗോമതേശ്വര പ്രതിമ, അത് വലിയൊരു ജൈന വിഗ്രഹമാണ്. അപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മീതെ പാലാഭിഷേകമൊക്കെ നടത്തണമെങ്കിൽ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ പോകണം. അപ്പോൾ ഇതുപോലെ 10-40 അടിയോളം ഉയരമുള്ള ഒരു ബാഹുബലിയുടെ പ്രതിമ ഈ പറയുന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് വളരെ ദൂരെയല്ലാത്ത ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നത്. ഇവർ ജൈനന്മാരാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീരേന്ദ്ര ഹെഗ്ഗഡെ. ഇപ്പോൾ വീരേന്ദ്ര ഹെഗ്ഗഡെ MP ആണ്. നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കണ്ണൂരിൽ നിന്ന് ഒരാളെ പ്രസിഡന്റ് MP ആയിട്ട് നോമിനേറ്റ് ചെയ്ത് നമുക്കറിയാം. മുമ്പ് നമ്മുടെ സുരേഷ് ഗോപിനെയൊക്കെ അങ്ങനെ നോമിനേറ്റ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് 12 പേരെ, അത് എഴുത്തുകാർ, ബുദ്ധിജീവികൾ, കലാകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, ഇങ്ങനെയുള്ള ആളുകളൊന്നും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് നിന്ന് ജയിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് കിട്ടി MP മാരാവാൻ സാധ്യതയുള്ള ആളുകളല്ല. പക്ഷേ ഇവരൊക്കെ വലിയ പ്രതിഭാശാലികളായി ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ ആളുകളുടെ സംഭാവനകൾ കൂടി നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഒരു വ്യവസ്ഥ ചെയ്തിട്ടുള്ളൂ. 12 പേരെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം. അവർ ഈ വിഭാഗത്തിൽ വരുന്ന ആളുകളായിരിക്കണം. കലാകാരന്മാരോ എഴുത്തുകാരോ സാമൂഹ്യ പ്രവർത്തകരോ ഇങ്ങനെയുള്ള ആളുകളായിരിക്കണം. അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യം നോമിനേറ്റ് ചെയ്ത ഒരു MP ആയിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം, 1ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ G. ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന കവി. ഇപ്പം ഇങ്ങനെ പലരെയും ഇത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിനെ ആദ്യം MP ആക്കി മാറ്റിയത്. അപ്പം അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു MP ആണ് വീരേന്ദ്ര ഹെഗ്ഗഡെ എന്ന് പറയുന്ന, ഹെഗ്ഗഡെ അയാളുടെ സ്ഥാനപ്പേരാണ്. ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ, മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ അധികാരി, ധർമാധികാരി എന്ന ഔദ്യോഗിക സ്ഥാനവും ഹെഗ്ഗഡെ എന്ന് പറയുന്ന ഇത്തരത്തിലൊരു സ്ഥാനപ്പേരും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു MP ആണ്. ഞാൻ കണ്ണൂരിൻ്റെ കാര്യം പറഞ്ഞത് ഇതുപോലെ ഒരാളെ ഈ അടുത്ത കാലത്ത് അവിടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യേണ്ടായി. അയാളുടെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇങ്ങനെ കടന്നു വന്നിട്ടുള്ള ഈ ഹെഗ്ഗഡെ വലിയ അധികാര മേഖല കൈയാളും. നമ്മളിപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ച് വന്ന വെളിപ്പെടുത്തലുകളിൽ ഒരു ഡ്രൈവർ, ഒരു ട്രക്ക് ഡ്രൈവറുടെ ഒരു നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും. അയാൾ ഒരു ദിവസം ഇങ്ങനെ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി, പൂർണ്ണനഗ്നയായ ഒരു പെൺകുട്ടി, ശരീരത്തിൽ അവിടെ മുറിവേറ്റ് ചോരയൊലിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വരുന്നത് കണ്ടുവെന്നും അതിൻ്റെ തൊട്ട് പിന്നാലെ കാറിൽ ഷർട്ടിടാത്ത, മീശയില്ലാത്ത ഒരു 3-4 ചെറുപ്പക്കാർ ഈ പെൺകുട്ടിയെ അന്വേഷിച്ചു വന്നുവെന്നും അയാളുടെ ഒരു സാക്ഷിമൊഴിയുണ്ട്. അപ്പോൾ ഇത് രാത്രിയില്ല, ഇയാളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്നു. പിന്നീട് അയാൾ പറയുന്നത് 2 ദിവസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ചെളിയിൽ ഒരു വെള്ളത്തിൽ ഒരു തോട്ടിൽ പൊതിഞ്ഞു കിടന്നിരുന്ന ഒരു പെൺകുട്ടിയുടെ നഗ്ന ശരീരം പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതായും അവിടെ ആളുകൾ കൂടി നിൽക്കുന്നതായും കണ്ടതായിട്ട് അയാൾ പറയുന്നു. എന്നിട്ട് അയാൾ പ്രകടിപ്പിക്കുന്ന സംശയം ആ പെൺകുട്ടിയും ഈ പെൺകുട്ടിയും ഒന്ന് തന്നെയാണ് എന്നാണ്. അപ്പോൾ 2012 അവിടെ കൊല ചെയ്യപ്പെട്ട ഒരു സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ സൗജന്യയുടെ കൊലപാതകം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആ പ്രസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നു.
ഇതുവരെയും അതിൻ്റെ കാര്യത്തിൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ബെൽത്തങ്ങാടി എന്ന് പറയുന്ന ഒരു താലൂക്കിൽ ആണ് ഈ പറയുന്ന സ്ഥലം വരുന്നത്. ബെൽത്തങ്ങാടിയിലെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ മറ്റേ ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ 2015-ലോ 2016-ലോ അങ്ങോട്ട് മാത്രമാണ് അത്രേ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ബെൽത്തങ്ങാടിയിലാണ് അടുത്ത പ്രധാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ സ്റ്റേഷനുള്ളത്. അവിടെ കൊടുക്കപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും അവർ തിരിച്ചു തള്ളുന്നതോ പരാതിക്കാരനെ ഭയപ്പെടുത്തി ഓടിച്ചു വിടുന്നതോ അതല്ലെങ്കിൽ പരാതി രജിസ്റ്റർ ചെയ്യാതെ തള്ളിക്കളയുന്നതോ അല്ലാതെ ഏതെങ്കിലും പരാതി രജിസ്റ്റർ ചെയ്യാറില്ല, അന്വേഷണം നടക്കാറില്ല. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ പുറത്തു വരികയും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഈ അധികാരവുമായ ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഈ പറയുന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ അധികാരിയായ ഹെഗ്ഡെ അയാൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട MP എന്ന നിലയ്ക്ക് കേന്ദ്ര അധികാര സ്ഥാപനമായ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ഔപചാരികമായ ഒരു ബന്ധമില്ലാതെ തന്നെ അയാൾക്ക് പോലീസ് സ്റ്റേഷനുകളെ, നീതി നിർവഹണ സംവിധാനങ്ങളെ സ്വാധീനിക്കാനുള്ള കരുത്തുണ്ട്. ആ കരുത്തുള്ളതുകൊണ്ടാണ് ഈ പരാതികളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുന്നത്. നമ്മളിവിടെ കേരളത്തിൽ ഇങ്ങനെ പറയും, പ്രത്യേകിച്ച് നമ്മുടെ ആ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവാദം വന്ന സമയത്ത് വെളിപ്പെടുത്തപ്പെട്ട ഒരു കാര്യം, ഒരു പരിശോധനയും കൂടാതെ, കസ്റ്റംസ് പരിശോധനകൾ കൂടാതെ ഗ്രീൻ ചാനലിലൂടെ ഇറക്കുമതി ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ അനുമതിയുള്ള ഒരാൾ അമൃതാനന്ദമയിയാണ് എന്നാണ്. ആ സമയത്താണ് ഈ ചർച്ചയിൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഒരു നിയമനിർമ്മാണ സ്ഥാപനത്തിലും അംഗമല്ല, ഒരു ഔദ്യോഗിക സംവിധാനത്തിലും അവർക്ക് പങ്കാളിത്തമില്ല. പക്ഷേ അവരാഗ്രഹിക്കുന്ന കാര്യം വിദേശത്ത്, അത് പണമാകട്ടെ, മറ്റേ യന്ത്രസാമഗ്രികളാകട്ടെ, ഉപഭോഗ വസ്തുക്കളാകട്ടെ, സ്വർണ്ണമോ പോലുള്ള വിലപിടിച്ച സാധനങ്ങളാവട്ടെ, ഇതൊക്കെ കേരളത്തിലേക്ക് എല്ലാ നിയമവ്യവസ്ഥകളെയും മറികടന്നുകൊണ്ട് കടത്തിക്കൊണ്ടുവരുവാൻ ഇവരുടെ ഈ ആധ്യാത്മിക സ്ഥാപനങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കുന്നത് അധികാരവുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്. അപ്പോൾ ഈ അധികാരവുമായിട്ടുള്ള ബന്ധം തന്നെയാണ് നമ്മുടെ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും അവർ ഇനിയും ബുക്ക് ചെയ്യപ്പെടാത്തതിൻ്റെ, പ്രതിപ്പട്ടികയിൽ അവർ ഉൾപ്പെടുത്തപ്പെടാതിരിക്കുന്നതിൻ്റെ, അവർക്കെതിരെ ഒരു കുറ്റാരോപണം ഉന്നയിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം അതാണ്. അപ്പോൾ ഈ സൗജന്യ അവരുടെ കൊലപാതകം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ സംഘടന ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നതോടുകൂടി കുറേ കൂടി സജീവമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ എനിക്ക് അയച്ചു തരികയുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ വളരെ സ്പഷ്ടമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ അധികാരത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും അത് ഏത് കക്ഷി ഭരിക്കുമ്പോഴും ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ അധിപർക്ക് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അധികാരത്തിൻ്റെ സംവിധാനങ്ങൾ എന്ന് കൂടി അവരുടെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വേറെയും തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ അധികാരം, ആത്മീയമായ അധികാരം, ഭൗതികമായ അധികാരം, രാഷ്ട്രീയമായ അധികാരം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അധികാരങ്ങൾ കൈയാളാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ആധ്യാത്മിക ശക്തികൾക്ക് ഇങ്ങനെ പാതകങ്ങൾ നടത്താൻ കഴിയുന്നത്. ആധ്യാത്മിക കേന്ദ്രവും അധികാര കേന്ദ്രവും തമ്മിലുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷത്തെ സംബന്ധിച്ച്, തർക്കങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾ ചരിത്ര പുസ്തകത്തിൽ പഠിക്കുന്നു. റോമിലെ ചക്രവർത്തി പറയുന്നു, ഞാനാണ് വലിയ ആൾ. മെത്രാൻ പറയുന്നു, നീയല്ല, ഞാനാണ് വലിയ ആൾ. അപ്പോൾ അതിനുള്ളൊരു കാര്യം, അക്കാലത്ത് മരിക്കുന്ന ആളുകളുടെ ശവം സംസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ പുരോഹിതൻ്റെ ഒരു കുറിപ്പ് വേണം, ശവപ്പെട്ടിയിൽ ഒരു കുറിപ്പ് വയ്ക്കണം. ആ കുറിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ മരിച്ചയാൾ പുണ്യവാനാണ്, അയാൾ നന്മ ചെയ്യുന്നയാളും വിശ്വാസിയും കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടക്കുന്നയാളുമായതുകൊണ്ട് അന്ത്യവിധി നാളിൽ ഇയാൾക്ക് സ്വർഗം കൊടുക്കണം. ഈ ശുപാർശക്കത്താണ് പുരോഹിതൻ വയ്ക്കുന്നത്. സാധാരണ ആളുകൾക്കൊക്കെ ഇടവക വികാരി മതിയാവും. ചക്രവർത്തിക്ക് ഇത് കൊടുക്കേണ്ടത് മാർപ്പാപ്പയാണ്. അധികാരത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ തർക്കം വന്നപ്പോൾ അന്ന് ഗ്രെഗറി മൂന്നാമനും ഹെൻറി എട്ടാമനും ബിഷപ്പും ചക്രവർത്തിയും
ഇവർ തമ്മിലുള്ള അധികാര മത്സരമായിരുന്നു. ഞാനാണ് വലുത് എന്നായിരുന്നു അധികാര തർക്കം. അവസാനം തോറ്റത് ചക്രവർത്തിയാണ്. പോപ്പ് ജയിച്ചിട്ട്, കാരണം പോപ്പിൻ്റെ ദണ്ഡവിമോചനം എന്നാണ് അതിനെ പറയുക. ദണ്ഡവിമോചനമില്ലാതെ ചക്രവർത്തിയാണെങ്കിലും മരിച്ചു ചെന്നാൽ അയാൾക്ക് സ്വർഗം കിട്ടില്ല. അവസാനം അയാൾ കീഴടങ്ങി അയാൾ പോപ്പിനെ കാണാൻ വേണ്ടി ചെന്നു. ചക്രവർത്തി പോപ്പിൻ്റെ വീട്ടുപടിക്കൽ 7 ദിവസം അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. 7 ദിവസം തുടർച്ചയായി കാത്തിരുന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഗ്രിഗറി മൂന്നാമൻ ചക്രവർത്തിക്ക് ഈ മാർപ്പാപ്പയെ കാണാനുള്ള സാധ്യതയുണ്ടായത്. അപ്പോൾ ഇത് അധികാരം ആർക്കാണ്? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മതവും പൗരോഹിത്യവും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് അധികാരവുമായി ബന്ധപ്പെട്ടിട്ട്. അധികാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അത് ജനങ്ങളുടെ മുകളിലാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഈ അധികാരം ജനങ്ങളുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം, അവരുടെ അധ്വാനം, രാജ്യത്തെ ലഭ്യമാകുന്ന മുഴുവൻ വിഭവങ്ങൾ, ഇതൊക്കെ അധികാരത്തിൻ്റെ കയ്യിലാണ്. ഈ അധികാരം ഇത് കൈയാളുന്നതിന് വേണ്ടിയിട്ട് ചില വ്യവസ്ഥകൾ ഉണ്ടാവുന്നത് നമ്മൾ അറിയുന്ന ജനാധിപത്യം രൂപപ്പെട്ടു വരുമ്പോഴാണ്. അപ്പോഴാണ് ജനങ്ങൾക്ക് അക്കൗണ്ടബിളായ, ജനങ്ങളോട് ആൻസറബിളായിട്ടുള്ള ഭരണാധികാരത്തിൻ്റെ സങ്കല്പം ഉണ്ടാവുന്നത് അപ്പോഴാണ്. അതിനു മുമ്പുള്ള അധികാരത്തിന് അതില്ല. അപ്പം അതുകൊണ്ട് അധികാരം പ്രയോഗിക്കുന്നതിന് നിയമങ്ങളുണ്ട്, റൂൾസുണ്ട്. ലോ മാത്രം പോരാ, റൂൾസും കൂടി വേണം. എങ്ങനെയാണ് ഈ നിയമവ്യവസ്ഥ പ്രയോഗത്തിൽ വരുത്തേണ്ടത് എന്നതിൻ്റെ ചട്ടങ്ങളുണ്ട്. ഇതൊക്കെ ജനാധിപത്യത്തിന് ശേഷം ഉണ്ടായത്. ഏകാധിപത്യത്തിൻ്റെ കാലത്ത് ലോ ആണെങ്കിലും റൂളാണെങ്കിലും ആക്റ്റാണെങ്കിലും റൂളാണെങ്കിലും അത് ഉണ്ടാക്കുന്നത് രാജാവാണ്. അല്ലെങ്കിൽ അധികാരം ആർക്കാണോ അവരുടെ ഹിതമനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുക. അവരോടൊപ്പം ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അധികാരം കൈയാളുന്ന ആളുകൾ ബ്രാഹ്മണരുമായി, പുരോഹിതന്മാരുമായി, ആധ്യാത്മിക അധികാരവുമായി അടുത്ത് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കും തിരുവിതാംകൂർ രാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ വാള് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹം രാജ്യത്തിന് മുഴുവനായിട്ട് ദൈവത്തിന് കീഴ്പ്പെടുത്തിയതാണെന്ന്. അങ്ങനെയല്ല. ഈ ദൈവത്തിനുള്ള ശക്തി താൻ തീരുമാനിക്കുന്നതാണ് എന്ന് രാജാവിന് വ്യക്തമായിട്ടറിയാം. അപ്പോൾ വാൾ അവിടെ തൃപ്പടിദാനം ചെയ്യുന്നതോടുകൂടി അദ്ദേഹം കൈയാളുന്നത് പുതിയൊരു അധികാരമാണ്. അതായത് രാജാവെന്ന നിലയിൽ മാത്രമല്ല, പരദേവതയുടെ അധികാരം കൂടിയാണ്. അയാൾ ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ദേവതാസ്ഥാനത്ത് നിൽക്കുന്നത് എന്താണോ അതിൻ്റെ അധികാരം കൂടിയാണ് രാജാവിലൂടെ കൈയാളിയത്. അതോടൊപ്പം ബ്രാഹ്മണ്യത്തെ കൂടിയാണ് അയാൾ ഒപ്പം നിർത്തിയിരുന്നത്. ഈ തിരുവിതാംകൂറിൻ്റെ രാജാക്കന്മാരും അധികാരമേറ്റിരുന്നത് ബ്രാഹ്മണനെയും പശുക്കളെയും സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ്. ബ്രാഹ്മണനാണ് പ്രധാനം, പുരോഹിതനാണ് പ്രധാനം. ഈ ആധ്യാത്മികതയ്ക്കാണ് പ്രാധാന്യവും എന്നർത്ഥം. അപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ ഇവർക്കിങ്ങനെയുള്ള ഒരു സ്ഥാനം മുൻപ് മുതലേ ഉണ്ട്. തിരുവിതാംകൂർ രാജാവ് അത് ചെയ്യുമ്പോൾ അയാൾ ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ രാഷ്ട്രീയ നീക്കമായിരുന്നു ഈ വാള് ശ്രീപത്മനാഭന് തൃപ്പടിദാനം നടത്തുമ്പോൾ അദ്ദേഹം ചെയ്തത്. അധികാരത്തിൻ്റെ സമ്പൂർണത, സമഗ്രമായ അധികാരത്തിനെ കൈയാളുക എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഇത് ഇന്ന് നിലനിൽക്കുന്ന ഏറെക്കുറെ എല്ലാ ആധ്യാത്മിക കേന്ദ്രങ്ങൾക്കും അതുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം അതിലൊരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ടല്ല ഞാൻ, യമനിൽ നിമിഷപ്രിയ എന്ന ഒരു പെൺകുട്ടി അവരിങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുക. അവിടുത്തെ നിയമം അനുസരിച്ച്. അവിടുത്തെ നിയമം നമ്മുടെ നിയമമല്ല. നമുക്ക് നമ്മുടെ നിയമത്തിലൂടെ തന്നെയും അതിൻ്റെ തെറ്റുകളെ സംബന്ധിച്ച് അത് ആചരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെങ്കിലും അതെപ്പോഴും ശരിയാണ് എന്ന് പറയണം എന്ന ബാധ്യത ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കുമില്ല. ഇന്ത്യ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും ശരിവെച്ചോളണം ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുമെന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നില്ല. പക്ഷേ അതനുസരിക്കണം എന്നുള്ളത് ഇവിടുത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇവിടുത്തെ IPCയും നിഷ്കർഷിക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അതനുസരിച്ച് നമുക്കെതിരെ നടപടികൾ വരാം.
ഞാൻ പറഞ്ഞു വന്നത് ഈ നിയമത്തിൻ്റെ യമനിലെ നിയമത്തിൻ്റെ ശരിതെറ്റുകൾ നമ്മുടെ ഒരു വിഷയമല്ല. അവിടെ നിൽക്കുന്നത് കിരാതവും പ്രാകൃതവുമായൊരു മതനിയമമാണ് എന്നതുകൊണ്ട് നമ്മളതിനെ ആക്ഷേപിക്കുകയാണ് ചെയ്യുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നിമിഷപ്രിയയുടെ വധശിക്ഷ അത് ഒഴിവാക്കാൻ വേണ്ടി ഇടപെടുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു പുരോഹിതനാണ്. ആ ശ്രമം വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന ഒന്ന്, അത് ശാസ്ത്രീയമായ, യുക്തിപരമായ, ജനാധിപത്യപരമായ, പരിഷ്കൃതമായ ഒരു നിയമസംവിധാനമല്ല എന്നും മറിച്ച് പ്രാകൃതമായൊരു നിയമം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അവിടെ ഇടപെടാൻ കഴിയുന്നത് എന്നും പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആധ്യാത്മിക കേന്ദ്രങ്ങൾക്ക്, പുരോഹിതന്മാർക്ക് രാജ്യത്തിൻ്റെ പരമമായ നിയമങ്ങളെ മാറ്റി എഴുതാൻ, തിരുത്താൻ ഇതിനൊക്കെയുള്ള അവസരങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ആധ്യാത്മിക സംവിധാനം ഇന്ത്യയിലുണ്ട്, യൂറോപ്പിലുണ്ട്. ഇസ്ലാമികവും അനിസ്ലാമികവും ക്രൈസ്തവവും അക്രൈസ്തവവുമായ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മതം സമൂഹത്തിൻ്റെ ചെയ്തികളെ നിയന്ത്രിക്കുന്നില്ലാത്ത, ഇപ്പോൾ നമ്മൾ ചില രാജ്യങ്ങളെ എത്ര കണ്ട് ശരിയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, എന്നാൽ പോലും നമ്മളിപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ദൈവവിശ്വാസം കുറഞ്ഞ അത് സംബന്ധിച്ചുള്ള സൂചികയിൽ ഇതിലൊക്കെ മുൻപിൽ നിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ വടക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ, ഇപ്പോൾ ഫിൻലൻഡിനെ പോലെ, സ്വീഡനെ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ, പലപ്പോഴും അവിടെ വേറെ ചില അമിതാധികാര പ്രവണതകൾ ശക്തിപ്പെടുന്നതും നിയോനാസികളൊക്കെ തന്നെ രാഷ്ട്രീയ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അവിടങ്ങളിലൊക്കെ ദൈവവിശ്വാസം ആളുകൾക്ക് കുറവാണ്. ഈ പറയുന്ന റിലീജിയസ് ഇൻഡെക്സിൽ ഇതൊക്കെ വളരെ താഴെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ പലപ്പോഴും ഗോത്ര സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും പ്രാമുഖ്യം നിലനിൽക്കുന്ന ചില രാജ്യങ്ങളിലൊക്കെ ആധ്യാത്മികമെന്ന് വിളിക്കുന്ന, പൗരോഹിത്യം നയിക്കുന്ന ദുരധികാര കേന്ദ്രങ്ങൾക്ക് രാഷ്ട്രീയ അധികാരത്തിൻ്റെ കാര്യത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഇന്ത്യയിലെയും പല ഭാഗങ്ങളിലും അതുണ്ട്. കേരളം പോലും അതിന് ഒരു അപവാദവും അല്ല. ദാബോൾക്കറെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ആനന്ദ് തെൽറ്റുണ്ടെ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കറിയാം. അയാൾ നമ്മുടെ സ്റ്റാൻ സ്വാമിയോടൊപ്പം അയാൾ പലകാലം ജയിലിലായിരുന്നു. ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഭീമാ കുറികാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാക്കപ്പെട്ട ഒരു വർഗീയ അതിൻ്റെ ഇൻസ്റ്റിഗേറ്ററാണ് എന്ന് ആരോപിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതാണ്, അതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയെന്ന് ആരോപിച്ചും ജയിലിൽ കിടന്നിരുന്നയാണ്. ദാബോൾക്കർ മരിച്ച അവസരത്തിൽ പുള്ളി ഒരു ലേഖനം എഴുതിയിരുന്നു. അത് ദാബോൾക്കർ മരിച്ച് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കൊലയാളിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, ഈ പ്രാവശ്യം നാഥുറാമിനെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന്. അദ്ദേഹം ഉദ്ദേശിച്ച നാഥുറാം ഗോഡ്സെയാണ്. ഗാന്ധിയെ കൊലപ്പെടുത്തിയ, വർഗീയതയുടെ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ മതഭ്രാന്തിൻ്റെ പേരാണ് നാഥുറാം എന്ന്. സമാനമായ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ്, ഒരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ് ദാബോൾക്കറുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന ഒരു ഉൾക്കാഴ്ചയിൽ നിന്നാണ് ഈ പ്രാവശ്യം ഒരുപക്ഷെ നാഥുറാമിനെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് അദ്ദേഹം പറയണ്ടായി. പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ അശുഭാപ്തി നിറഞ്ഞ ഈ ഒരു സംഗതിയെ മറികടന്നുകൊണ്ട് നാഥുറാമിൻ്റെ അടുത്ത സഹായികളെയെങ്കിലും പിടിക്കാൻ, ഒന്നാമത്തെ കോടതിയെങ്കിലും അവരെ ശിക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ, നമ്മളീ പറയുന്ന ധർമ്മസ്ഥലയിലെ, അധർമ്മം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും തിരസ്കരിക്കുകയും അധാർമികത നടമാടുകയും ചെയ്യുന്ന ഈ ധർമ്മസ്ഥലയിലെ ആധ്യാത്മിക കേന്ദ്രത്തിലെ പാതകികളെ നമുക്ക് പിടികൂടാനാവുമോ? അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാവുമോ? അവരെ ശിക്ഷിക്കാനാവുമോ? അത് കഴിയുന്നില്ലെങ്കിൽ ലോക ജനതയ്ക്ക് മുമ്പിൽ ഇന്ത്യ പിന്നെയും അവമതിക്കപ്പെടും. നേരത്തെ പറഞ്ഞ ഗാർഡിയനും ന്യൂയോർക്ക് ടൈംസും അൽ ജസീറയും ഇവരൊക്കെ എഴുതുന്ന
BBC-യും ഒക്കെ എഴുതുകയും പറയുകയും ചെയ്യുന്നത് ഇവിടെ ചില പാതകങ്ങൾ, പ്രാകൃതമായ പാതകങ്ങൾ നടക്കുന്നുവെന്നും ഈ പാതകികൾക്ക് ഇവിടെ ഭരിക്കുന്ന കക്ഷിയുടെയും അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെയും പിന്തുണയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടിയാണ് അവരെഴുതുന്നത്. അതിനെ തിരുത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാം വീണ്ടും ലോകത്തിനു മുമ്പിൽ അവമതിക്കപ്പെടും. അതുകൊണ്ട് ഈ ധർമ്മസ്ഥലയിലെ അധർമ്മികളെ കാണാതിരിക്കാൻ അവർ രക്ഷപ്പെട്ടു പോകുന്നത് ഇന്ത്യൻ സമൂഹത്തിന്, കർണാടകയ്ക്ക്, കേരളത്തിന്, ജനാധിപത്യത്തിന് സഹിക്കാനാവുന്നൊരു കാര്യമല്ല എന്നാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്.